തൃപ്പൂണിത്തുറ കോവിലകത്തെ രണ്ട് രാധികാ വർമ്മമാർ തമ്മിൽ ഇത്തവണ കടുത്ത മത്സരമാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 36-ാം വാർഡിലാണ് LDF-നായും BJP-ക്കുമായി ഇവർ മത്സരിക്കുന്നത്. ഒരേ പേരായതുകൊണ്ട് വോട്ടർമാർ മാറിപ്പോകുമോ എന്ന ആശങ്കയിലാണ് ഈ സ്ഥാനാർത്ഥികൾ. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം നിലനിൽക്കുന്ന 36-ാം വാർഡ് NDAക്ക് എങ്ങനെയും നിലനിർത്തണം, എന്നാൽ CPIM-ന് പിടിച്ചെടുക്കണം. ഈ അഭിമാന പോരാട്ടത്തിൽ രംഗത്തുള്ളത് രണ്ട് രാധികാ വർമ്മമാരാണ്. ഇരുവരും തൃപ്പൂണിത്തുറ കോവിലകത്തിലെ അംഗങ്ങൾ. LDF-നായി മത്സരിക്കുന്ന രാധികാ വർമ്മ പ്രശസ്ത കഥകളി കലാകാരി കൂടിയാണ്. കഥകളിയിൽ സ്ത്രീ സാന്നിധ്യം ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ചതിന് ഇവർ കേന്ദ്ര സർക്കാരിന്റെ നാരീശക്തി പുരസ്കാരം നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ കലകൾക്കായി ഒരിടം നൽകുമെന്ന് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ഇവിടെ വളരെയധികം ഇതൊരു അമ്പലത്തിന്റെ ചുറ്റും ഉള്ളൊരു ആൾക്കാരൊക്കെയാണ്. കുറച്ച് പ്രായമായവർ ധാരാളം ഉള്ളൊരു ഇതാണ്. അപ്പോൾ ആര് പറഞ്ഞു അവർ ഒരു റിക്രിയേഷൻ എന്തെങ്കിലും സാധ്യത വേണം, ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ആലോചിക്കണം. NDAയുടെ ഭാഗമായി മത്സരിക്കുന്ന രാധികാ വർമ്മ 2 തവണയായി തൃപ്പൂണിത്തുറ നഗരസഭയിലെ കൌൺസിലറാണ്. ഇക്കുറിയും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. തൃപ്പൂണിത്തുറ എല്ലാം ജയിക്കും, നമ്മൾ ഭരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. എല്ലാ വാർഡിലും വളരെ നല്ല വർക്ക് നടന്നിട്ടുണ്ട്. അത് കാരണം വളരെ ഒരു കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ്. കാര്യം പൊരിഞ്ഞ പോരാട്ടമാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് മത്സരമെന്നും രണ്ടുപേരും പറയുന്നു. തൃപ്പൂണിത്തുറയിൽ കരുത്തരായി രാധികാ വർമ്മമാർ. CPM-ലേക്കും NDAയിലേക്കും ഇപ്രാവശ്യം തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ നിന്നും 2 രാധികാ വർമ്മമാരാണ് മത്സരിക്കാൻ പോകുന്നത്. ക്യാമറമാൻ അധീഷിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.